ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ ആകപ്പാടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാട്ടോ. നമ്മുടെ ഭദ്രൻ നമ്മുടെ സത്യദാസിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? പഴയ ജീവിതം പുതുക്കാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പഴയ ഭാര്യയോട് കൂടെ പുതിയതായിട്ട് ജീവിക്കാൻ വേണ്ടിയാണോ? അതായത് നമ്മുടെ രാധികാമ്മയ്ക്കൊപ്പം വീണ്ടും ഒരു ജീവിതം തുടങ്ങാനാണോ ഉദ്ദേശം എന്നൊക്കെ നമ്മുടെ സത്യദാസിനോട് നമ്മുടെ ഭദ്രൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ സത്യദാസ് ആണെങ്കിലും ഒന്നും വിട്ടൊരു മറുപടി പറയുന്നില്ല താനും. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രേഖ നമ്മുടെ ഗോവിന്ദന്റെ അടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുവോ. ആ ഒരു രാത്രി തന്നെ വരുണിന് നമ്മുടെ സ്വർണയുടെ ആ ഒരു ഫോൺ കോൾ വന്നപ്പോൾ തന്നെ പോയി ആ രാധികാമ്മ ആ സമയത്ത് തന്നെ തലകറങ്ങി വീഴുന്ന പോലെ എന്തൊക്കെയോ ബന്ധമുണ്ട് ഗോവിന്ദേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട്, ഈ ഒരു ചെറിയ ജീവിതത്തിൽ എന്തിനാ ഇത്ര രഹസ്യങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ആകപ്പാടെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ പോലീസ് വരുന്നുണ്ട് ഭദ്രന്റെ പിന്നിലത്തെ ആ ഒരു തിരോധാനത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി. അപ്പത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, പണ്ട് എന്റെ അച്ഛനെ ചതിച്ചു എന്നുള്ളത് ഓക്കെ, നമ്മുടെ ഭദ്രൻ ചതിച്ചതാണ് എന്റെ അച്ഛനെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ മകളെ ഞാൻ പ്രേമിച്ച് കെട്ടി, എന്റെ പെങ്ങളെ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ട് കെട്ടിച്ച് പിന്നെ അയാളെ മാറ്റി നിർത്തേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അയാളെ മാറ്റി കൊലപ്പെടുത്തി അല്ലെങ്കിൽ അയാളെ എന്താ പറയുക തട്ടിക്കൊണ്ടുപോയി പ്രതികാരം ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ചൂടാവുന്ന ഗോവിന്ദനെയാട്ടോ പിന്നീട് നമുക്ക് ഒടുവിൽ ആ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചു. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ? എന്തായാലും നമ്മുടെ ഗീതാ ഗോവിന്ദ് ഇപ്പൊ ഇങ്ങനെ വഴിമാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും രാധികാമ്മയുടെ മുഖം മൂടിയൊക്കെ നമ്മുടെ ഗോവിന്ദിന് മുന്നിൽ അടർന്ന് വീണ് കഴിഞ്ഞു. പക്ഷെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ആ ഒരു സത്യങ്ങൾ എന്ന് തുറന്ന് പറയും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലേ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.